വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ വീറോയുടെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടില്ല, ഇവിടെ ഐ ബട്ടൺ കൊടുക്കുന്ന കയറി കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വേറെ ഒന്നും കണ്ടല്ല, നമ്മുടെ വീഡിയോസ് കാണുന്നത് 90% ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണ്. ഈ വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ നമുക്ക് വലിയൊരു സബ്സ്ക്രൈബർ ഫാമിലി ലഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഒരു എക്സിക്യൂട്ടീവ് നമ്പർ കൊടുത്തിരിക്കുക, നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പുള്ളി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് കറക്റ്റ് ഏതൊക്കെ വേരിയൻസ് വാഹനങ്ങൾ അതായത് CBC അതുപോലെ തന്നെ ഹൈടെക് ഷോർട്ട് ഡെക്ക് ഈ വാഹനങ്ങളെല്ലാം ഏതൊക്കെ വേരിയൻസിന് അവൈലബിൾ ആയിട്ടുണ്ടെന്നുള്ളതിൻ്റെ വീഡിയോ ആയിരുന്നു. അത് കണ്ടില്ല, ഇവിടെ ഐ ബട്ടൺ കൊടുത്തിട്ട് ഒന്ന് കയറി കണ്ടു. അതുപോലെ എൻ്റെ എക്സ്ഷോറൂം പ്രൈസും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നിലവിലുള്ളത് V2, V2A, V4, V4A, V6 ഇത്തരം വാഹനങ്ങളിൽ കോമൺ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഈ ഓരോ വേരിയൻസിനകത്ത് വരുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഏതിനകത്തൊക്കെയാണ് ഫീച്ചേഴ്സ് കൂടുതൽ, ആ ഡീറ്റെയിൽസാണ്. നമുക്ക് ഓരോ വേരിയൻറ്റും എടുത്ത് അതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, അതിൻ്റെ നെക്സ്റ്റ് വേരിയൻറ്റ് വരുമ്പോൾ ആ ഫീച്ചറിനെ, അതായത് ആ ബേസ് വേരിയൻറ്റിനെക്കാളും എന്തൊക്കെ ഫീച്ചേഴ്സ് അധികം വരുന്നുണ്ട് ഓരോ വേരിയൻസ് നോക്കി പോകുമ്പോൾ അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയ്ക്ക് പറയും. അതുപോലെ നമ്മുടെ ചാനൽ ഞാൻ പിന്നെ എടുത്ത് പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഡൗട്ട്സൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് നേരെ വേരിയൻസ് ഏതൊക്കെയാണ് നോക്കാം. നമുക്ക് വേരിയൻസ് നിലവിലുള്ളത് V2, V2A, V4, V4A, V6 ഇങ്ങനെയാണ് വേരിയൻസ് ഒന്ന്. ഈ V2Aയും V4 എന്ന് പറയുന്ന രണ്ട് സബ് വേരിയൻ്റ് ആണ്. മെയിൻ V2, V4, V6. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ഓരോ വേരിയൻസിനകത്തും വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം V2ൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. V2വിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. ഈ V2വിനകത്ത് വരുന്ന എല്ലാ സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. അത് AIS 096 സേഫ്റ്റി നോംസ് ഈ ഒരു വാഹനം പാലിക്കുന്നുണ്ട്. അത് V2 തൊട്ട് V6 വരെയുള്ള എല്ലാ വാഹനങ്ങളിനകത്തുണ്ട്. പിന്നീടെന്ന് പറയുന്ന V2വിനകത്ത് വരുന്ന അടുത്ത ഫീച്ചർ D+2 സീറ്റിംഗ് കോൺഫിഗറേഷനാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഫോൾഡിങ് സീറ്റ്സ്, അതിനകത്ത് നമുക്ക് സ്ലീപ്പിംഗ് പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റ് ഫുള്ളി ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് കിടക്കാനുള്ള ഒരു പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റ് സ്ലൈഡ് റിക്ലൈനും ചെയ്യാൻ പറ്റും. അതാണ് നെക്സ്റ്റ് ഫീച്ചർ വന്നിട്ടുള്ളത്. ഹെഡ് റെസ്റ്റ് ഒന്നും അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ഡോർ ആംറെസ്റ്റും അവൈലബിൾ ആണ് V2വിനകത്ത്. നെക്സ്റ്റ് A പില്ലറിനകത്ത് ഉള്ള ഗ്രാബ് ഹാൻഡിൽസ് ആണ്, അതും V2വിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ വിനൈൽ സീറ്റ് കവേഴ്സ് അവൈലബിൾ ആണ്. PVC ഫ്ലോർ കാർപ്പറ്റ്സ് അവൈലബിൾ ആണ്. അതുപോലെ 12 വോൾട്ടിൻ്റെ സോക്കറ്റ് അവൈലബിൾ ആണ്. USB Type Aയും Type Cയും അവൈലബിൾ അല്ല. പിന്നെ മൊബൈൽ ഡോക്ക് അവൈലബിൾ ആണ്, നമുക്ക് ഫോണൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള. അതുപോലെ തന്നെ ഇത്രയാണ് V2വിനകത്ത് വരുന്ന ഈ പറഞ്ഞ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം. ഇനി V2Aയിലേക്ക് പോകുമ്പം ഈ V2 അല്ലാതെ അധികം വരുന്നത് വെച്ചാൽ എയർ ബാഗ്, ഡ്രൈവർ സൈഡിലെ എയർ ബാഗും കൊണ്ട് വരും. അതാണ് V2A. അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ A എന്നുള്ളത് എയർ ബാഗ് എന്ന് ഉദ്ദേശിച്ചാൽ മതി. V2 ഉള്ള ഫീച്ചേഴ്സ് കൂടെ V2Aനകത്ത് എയർ ബാഗും കൂടെ വരും. നമുക്ക് V4 നോക്കാം. V4നകത്ത് വരുന്ന ഫീച്ചേഴ്സ്, അതായത് ഈ V2വിനകത്ത് പറഞ്ഞ ഫുൾ ഫീച്ചേഴ്സ് അതിനകത്ത് കാണും. അത് കൂടാതെ അഡീഷണൽ ആയിട്ട് വരുന്ന ഫീച്ചറാണ് പറയുന്നത്. ഹീറ്റർ, അതിൻ്റെ കൂടെ AC, അതുപോലെ ഡീഫോഗർ. AC, ഹീറ്റർ, ഡീഫോഗർ ഇത് മൂന്നും അതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റ് വിത്ത് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് അവൈലബിൾ ആണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റ് ഡ്രൈവർ സീറ്റിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ ഫാബ്രിക് പ്ലസ് വിനൈൽ സീറ്റ് കവറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രീമിയം ഫ്ലോർ കാർപ്പറ്റ് അവൈലബിൾ ആണ്. പിന്നീട് അതുപോലെ തന്നെ അപ്പർ ഗ്ലോ ബോക്സ് അവൈലബിൾ ആണ്. നമുക്കിതിനകത്ത് രണ്ട് ഗ്ലോ ബോക്സ് അവൈലബിൾ ആണ്, ലോവർ ഗ്ലോ ബോക്സ്, അപ്പർ ഗ്ലോ ബോക്സ്. അപ്പർ ഗ്ലോ ബോക്സ് വരുന്നത് V4 വേരിയൻ്റ് തൊട്ടാണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് USB Type C അവൈലബിൾ ആണ്. അതുപോലെ കോ ഡ്രൈവർക്കും ELR സീറ്റ് ബെൽറ്റ് അവൈലബിൾ ആണ്. ഡ്രൈവർ ഇത്രയാണ് V4നകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ളത്. ഇനി V4Aക്കകത്ത് ഇത് കൂടാതെ എയർ ബാഗും കൂടെ വരും. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇനി നമുക്ക് V6 നോക്കാം. V6 ആണ് ടോപ്പ് വേരിയൻ്റ്. അതിനകത്ത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത് നോക്കാം. ഈ പറഞ്ഞ V2ഉം V4ഉം പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് വാഹനങ്ങളിലെ ഫീച്ചർ കൂടാതെ അധികം വരുന്നത് ഡ്രൈവർ സൈഡ് എയർ ബാഗ് അതിനകത്ത് കോമൺ ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ 26.03 സെൻറ്റിമീറ്റർ, അതായത് 10.25 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫർമേഷൻ സിസ്റ്റം അവൈലബിൾ ആണ്. അതിൽ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ അവൈലബിൾ ആണ്. പവർ വിൻഡോ, ഡ്രൈവർക്ക് കോ ഡ്രൈവർക്ക് പവർ വിൻഡോ അവൈലബിൾ ആണ്. സ്റ്റിയറിംഗ് മൗണ്ടർ ഓഡിയോ കൺട്രോൾസ് അവൈലബിൾ ആണ്. IMAX ടെക്നോളജിനകത്ത് അവൈലബിൾ ആണ്. ടോപ്പിൻ്റെ മാത്രം IMAX ടെക്നോളജിയോട് നമുക്ക് വാഹനം ഇപ്പോൾ ഡ്രൈവർ കൊണ്ടുപോവാണ്, ഇദ്ദേഹം വാഹനം എവിടെയെങ്കിലും ഓരത്തോട്ട് ഒതുക്കി നിർത്തിയിട്ട് AC ഓൺ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഫോൺ ത്രൂ തന്നെ AC ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഒരു വാഹനം ആരെങ്കിലും കട്ടുകൊണ്ട് പോവുകയാണ്, ഈ ഓടുന്ന ടൈം പറ്റില്ല, ഈ വാഹനം ആ കള്ളൻ ഏതെങ്കിലും ഒരു സൈഡിൽ ഒതുക്കി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാഹനം ലോക്ക് ചെയ്യാം. പിന്നീട് ആ വാഹനം അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇമ്മൊബിലൈസറും ആ V6നകത്ത് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഫുള്ളി ട്രിംഡ് ക്യാബിനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ പിയാനോ ബ്ലാക്ക് സെൻട്രൽ കൺസോളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയുമാണ് V6 വേരിയൻറ്റിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണും. V2 ഫീച്ചേഴ്സ് അല്ല, നമുക്ക് വരുന്ന വേരിയൻസ് എന്ന് പറഞ്ഞാൽ V2, V2A, V4, V4A, V6 എന്നീ വേരിയൻസ് ആണ് വരുന്നത്. അതിനകത്ത് നമുക്ക് V6 ആണ് ടോപ്പ് എൻഡ്.
അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എല്ലാം ഞാൻ സ്ക്രീനകത്തും കൊടുത്തിരിക്കുക ഓരോന്ന് പറയുമ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അതുപോലെ ഞാൻ വീണ്ടും എടുത്തുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതൊരു ബൈ.